നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം പൂർവഭാഗം 1-ാം പാദം 19-ാമത്തെ അധ്യായം. ധ്വജാരോപണം. വിഷ്ണു പ്രീതിക്കായി ചെയ്യുന്ന മറ്റൊരു വ്രതമാണ് ധ്വജാരോപണം. വിഷ്ണു ക്ഷേത്രത്തിൽ ധ്വജാരോപണം നടത്തുന്ന ആളെ ഇന്ദ്രാദികൾ വരെ പൂജിക്കുമെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലായി എന്താണ് വേണ്ടത്? 1000 ഭാരം സ്വർണം ഗൃഹസ്ഥനായ ഒരാൾക്ക് ദാനം ചെയ്താൽ കിട്ടുന്നതിന് തുല്യമായ പുണ്യം ധ്വജാരോപണം കൊണ്ട് കിട്ടുന്നതായിരിക്കും. ഗംഗാസ്നാനവും തുളസി സേവയും പൂജയും ഇതിന് സമമായി പറയാവുന്നതാണ്. എന്തൊക്കെയാണ് ധ്വജാരോപണത്തിൽ ചെയ്യേണ്ടത് എന്ന് പറയാം. കാർത്തിക മാസത്തിലെ വെളുത്ത വർഷത്തിലെ ദശമിയിൽ പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞ് കുളിച്ച് ഒരിക്കലുണ്ട് ബ്രഹ്മചര്യ വ്രതത്തോടെ നാരായണനെ മാത്രം ധ്യാനിച്ച് കിടക്കണം. പിറ്റേ ദിവസം പ്രഭാതകർമ്മങ്ങൾ കഴിച്ച് വിഷ്ണു പൂജ ചെയ്യണം. 4 ബ്രാഹ്മണരോടൊപ്പം നാന്ദീശ്രാദ്ധം ചെയ്ത് 2 കൊടിമരങ്ങൾ പട്ടുടുപ്പിച്ച് ഗായത്രി ചൊല്ലി തളിക്കണം. ദാതാവിനെയും വിധാതാവിനെയും കൊടിമരത്തിൽ സങ്കല്പിച്ച് മഞ്ഞൾ, അക്ഷതം, സുഗന്ധദ്രവ്യങ്ങൾ, വെളുത്ത പൂക്കൾ എന്നിവ കൊണ്ട് പൂജിക്കണം. ഒരു ഗോചർമ്മത്തിൻ്റെ വലിപ്പത്തിൽ തറമെഴുകി അഗ്നി കൂട്ടി അതിൽ നെയ്യ് തുടങ്ങിയവ ഹോമിക്കണം. ആദ്യം പുരുഷ സൂക്തം ചൊല്ലി വിഷ്ണു, ബ്രഹ്മാവ്, ലക്ഷ്മി എന്നിവർക്കായിട്ട് ഹോമിക്കണം. വൈനതേയായ സ്വാഹ എന്ന് 8 പ്രാവശ്യം ഹോമിക്കണം. അതിനുശേഷം ചന്ദ്രൻ, കാമധേനു, സൂര്യൻ എന്നിവർക്ക് ആഹൂതി അർപ്പിക്കണം. വിഷ്ണുവിൻ്റെ അടുത്തിരുന്ന് സൗരമന്ത്രവും ശാന്തി സൂക്തവും ചൊല്ലണം. രാത്രി ഉറങ്ങരുത്. രാവിലെ നിത്യകർമ്മങ്ങൾക്ക് ശേഷം ദേവപൂജ ചെയ്യണം. മംഗളവാദ്യം, സൂക്തിപാഠം, നൃത്തം, സ്തോത്രം എന്നിവയോടുകൂടി വിഷ്ണു ക്ഷേത്രത്തിലേക്ക് കൊടിമരം കൊണ്ടുപോകണം. അമ്പലത്തിന് മുമ്പിൽ കൊടിമരം സ്ഥിരമായി സ്ഥാപിക്കണം. സുഗന്ധങ്ങൾ, പൂക്കൾ, അക്ഷതം, ധൂപം, ദീപം, ഭക്ഷണ സാധനങ്ങൾ എന്നിവ ഹരിക്കായി അർപ്പിക്കണം. ദേവാലയത്തിൽ സ്ഥാപിച്ച കൊടിമരത്തിന് പ്രദക്ഷിണം വെച്ച് ഇങ്ങനെ ചൊല്ലണം: നമസ്തേ പുണ്ഡരീകാക്ഷ, നമസ്തേ വിശ്വഭാവന, നമസ്തേ തു ഋഷികേശ മഹാപുരുഷ പൂർവജ, ഏനേതമഖിലം ജാതം യത്ര സർവം പ്രതിഷ്ഠിതം, ലയമേഷ്യതി യത്രൈവം തം പ്രപന്നോസ്മി കേശവം. ബ്രഹ്മാദികൾക്ക് പോലും ഇദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല. യോഗികൾക്ക് പോലും ഇദ്ദേഹത്തെ കാണാൻ കഴിയില്ല. അന്തരീക്ഷമാണ് ഇദ്ദേഹത്തിൻ്റെ നാഭി, ശിരസ് ആകാശമാണ്, പാദം ഭൂമിയും, കാതുകൾ ദിക്കുകളും, കണ്ണുകൾ സൂര്യേന്ദ്രന്മാരും, ഋഗ്, സാമം, യജുസ് എന്നിവിടങ്ങളിൽ നിറഞ്ഞ് നിൽക്കുന്നവനുമായ ആ ബ്രഹ്മസ്വരൂപനെ ഞാൻ വണങ്ങുന്നു. യാതൊരുവൻ്റെ മുഖത്തു നിന്ന് ബ്രാഹ്മണരും, ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയരും, ഊരുക്കളിൽ നിന്ന് വൈശ്യരും, പാദങ്ങളിൽ നിന്ന് ശൂദ്രരും ജനിച്ചുവോ ആ ബ്രഹ്മസ്വരൂപനെ ഞാൻ വണങ്ങുന്നു. സ്വന്തം ഭാവത്തിൽ വിമലനും ശുദ്ധനും നിർവികാരനും നിരഞ്ജനനും അജനുമാണ്. എന്നാൽ മായയോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ പുരുഷനാണെന്ന് വ്യവഹരിക്കുന്നു. ക്ഷീരസാഗരത്തിൽ വസിക്കുന്നു. ഭക്തവത്സലനാണ്. പൃഥ്വിയാദികളായ ഭൂതങ്ങൾ ഏറ്റവും ചെറിയ രൂപത്തിൽ ഇദ്ദേഹത്തിൽ നിലനിൽക്കുന്നു. യോഗീന്ദ്രന്മാർ എല്ലാറ്റിൻ്റെയും കാരണമായി പറയുന്നത് ഇദ്ദേഹത്തെയാണ്. എല്ലാ ഭൂതഗണങ്ങളുടെയും അന്തരാത്മാവായി ജഗന്മയനായിട്ട് നിലനിൽക്കുന്നു. ഹൃദയത്തിലുണ്ടെങ്കിലും ദൂരെയായി തോന്നുന്നു. 4, 4, 2, 5, 2 എന്ന ക്രമത്തിൽ ഹവനം ചെയ്യപ്പെടുന്ന ജ്ഞാനികൾക്കും കർമ്മികൾക്കും ഭക്തന്മാർക്കും അങ്ങ് മാത്രമാണ് ആശ്രയം. ലോകനന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങ് ദേഹം സ്വീകരിക്കുന്നത്. സച്ചിദാനന്ദ സ്വരൂപനായ നിർഗുണനും ഗുണങ്ങൾക്ക് ഇരിപ്പിടവുമായ വിഷ്ണു എന്നോട് പ്രസാദമുള്ളവനായിരിക്കണമേ. ഇങ്ങനെ വിഷ്ണുവിനെ സ്തുതിച്ചിട്ട് ബ്രാഹ്മണ പൂജയും ചെയ്യണം. ദക്ഷിണയും വസ്ത്രവും നൽകി ആചാര്യനെ പൂജിക്കണം. ഭക്തിയോടെ ബ്രാഹ്മണർക്ക് ഊണ് കൊടുക്കണം. അവസാനം ബന്ധുമിത്രാദികൾക്കൊപ്പം ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം. കൊടിക്കൂറ എത്ര ചലിക്കുന്നുവോ അത്രയും പാപങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം. പാപം ചെയ്തു പോയവർ പ്രായശ്ചിത്തമായി കൊടിമരം സ്ഥാപിക്കാറുണ്ട്. കൊടിമരം വിഷ്ണുക്ഷേത്രത്തിൽ എത്ര ദിവസം നിൽക്കുന്നുവോ അത്രയും 1000 യുഗങ്ങൾ ഹരിയുടെ സാരൂപ്യം ലഭിക്കുമെന്നാണ് ചൊല്ല്. കൊടിമരം സ്ഥാപിച്ചിരിക്കുന്നത് കണ്ട് അതിനെ അഭിനന്ദിച്ചാലും പാപവിമുക്തി നേടാം. കൊടിമരത്തിൽ പാറിക്കളിക്കുന്നത് പോലെ പാപവും പറന്നുപോകുന്നു. വിഷ്ണുധ്വജം സ്വന്തം ഗൃഹത്തിൽ സ്ഥാപിച്ചാലും സ്വർഗത്തിന് അവകാശിയാകാം. ഇതോടുകൂടി 19-ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.